പൊങ്ങല ബാക്ക് വാട്ട ഫോട്ടോ എടുക്കണമാര് ബാക്കിലോട്ട് വേണം. മൊബൈൽ മാറ്റിയേട്ടാ. ക്യാമറ സ്ഥലം കിടക്കല്ലേട്ടാ. വണ്ടി കയറി ക്യാമറ നോക്കിയാ പ്രതിഷേധം കാണിക്കുകയാണ്. സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. 50-ാം ദിവസത്തിൻ്റെ അന്ന് തങ്ങളുടെ പ്രതിഷേധം തലമുടി മുറിച്ചുകൊണ്ടായിരിക്കുമെന്നുള്ളത് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുൻപെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് ആരും തയ്യാറാകുന്നത് നമ്മൾ കണ്ടില്ല. തലമുടി മുറിക്കുക മാത്രമല്ല തലമുണ്ടനം ചെയ്തുകൊണ്ട് പോലും പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ചാലി കേറിക്കോ. സമരസമിതി പ്രവർത്തകർ അനുഭാവം പ്രകടിപ്പിച്ചെത്തിയ സ്ത്രീകൾ വലിയ ഇപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വളരെ സാധാരണക്കാരായ സ്ത്രീകളാണ്. പലരുടെയും ജീവിതാനുഭവങ്ങൾ വളരെ തീക്ഷ്ണമാണ്, കഠിനമാണ്. പലരും വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ നിരാഹാര സമരം കിടക്കുന്ന രാജി ഭർത്താവ് ഡയാലിസിസ് ചെയ്യുന്ന രോഗിയാണ്. ഭർത്താവിനെ ഡയാലിസിസ് നടത്തിയതിനു ശേഷമാണ് എല്ലാ ദിവസവും രാജി സമരപ്പന്തലിലേക്ക് എത്തുന്നത്. 3 ദിവസമായിട്ട് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നു. അതുപോലെ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നിരാഹാരം 5 ദിവസം പൂർത്തിയാക്കിയ ശോഭ, ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. അംബിക എന്ന ഈ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള സ്ത്രീ, അവര് വലിയ ഈ പാവങ്ങളോട് ഈ കടിച്ചത് ചെയ്യണ എന്തിനാ? ഞങ്ങളെ നെഞ്ചിന് സഹിക്കണില്ല, ഞങ്ങൾക്ക് സഹിക്കണില്ല. ആരോടെ സമാധാനം പറയും അവര് ഈ പാവം എവിടെ കൊണ്ട് വയ്ക്കോ? പറയൂ, നിങ്ങൾ പറഞ്ഞു തരൂ. ഈ പാവങ്ങളെ എവിടെ കൊണ്ട് വയ്ക്കോ? ഇവര് 3 പേരും ഇതിന് ഞങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ ഇവര് ഈ പാവം എവിടെ കൊണ്ട് വയ്ക്കോ? ദൈവമേ, ഈ പാവം എവിടെ കൊണ്ട് വയ്ക്കോ? ഇവര് 3 പേരും ഇതിനൊരു സമാധാനം വയ്യ. ഞങ്ങളെ ചുമടെടുത്ത് ആരെല്ലാം ഈ ചുമടെടുത്ത് 232 രൂപയ്ക്കാണ്. ദൈവമേ, ഈ പാവം എവിടെ കൊണ്ടുവയ്ക്കും ഭഗവാന്? ഈ മന്ത്രിമാരെ എവിടെ കൊണ്ടുവയ്ക്കും ദൈവമേ? ഞങ്ങൾക്ക് സഹിക്കണില്ലേ? ഞങ്ങൾക്ക് ഒറ്റ ആശമാർക്ക് സഹിക്കണില്ലേ? ഞങ്ങളെ ചങ്കാടെ അർത്തെടുക്കണത്, ഞങ്ങളെ ചങ്കാടെ അർത്തെടുക്കണത് ഭഗവാനെ. ദൈവമേ, തിരികെ ഭഗവാന് 232 രൂപയ്ക്കാണ് ഈ വന്ന് കിടക്കുന്നത്. ഈ മഴയത്തും വെയിലത്തും ഭഗവാനെ, ഇതിനുള്ള കൂലി ഈ കൊടുക്കണേ ദൈവമേ, ഈ കൊടുക്കണേ. ഞങ്ങൾ ഒന്നും പറയുന്നില്ല, വയ്യ വയ്യ. ഞങ്ങളിങ്ങനെ സഹിക്കണം. 50 ദിവസം കൊണ്ട് സഹിക്കുന്ന രാവും പകലും മഴയത്തും വെയിലത്തും വയ്യ. ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ. ഇനിയെങ്കിലും അവര് കണ്ണു തുറക്കണം, ഇതിനു വേണ്ടി കണ്ണു തുറക്കണം. ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഈ സമരപ്പന്തലിന് പറഞ്ഞു വേണം. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ കുടുംബത്തിന് ഞങ്ങളെ പറഞ്ഞു. ഞങ്ങൾ എത്ര എണ്ണം വന്ന് കിടക്കുന്ന ഇവിടെ സുഖമില്ലാത്തവരും അമ്മമാരെ വയസ്സായവരും മക്കളെയൊക്കെ ഇട്ടിട്ടാണ് വന്നത്.